ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസീസ് ടേസ്റ്റി പാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയയും ക്യാരറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സേമിയ പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. മുഴുവനോടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് കൂടുതൽ വേണമെങ്കിൽ അതും ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കിസ്മിസ് കൂടി ചേർത്ത് ഗോൾഡൻ കളറിൽ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് ഞാൻ 1 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ആ സേമിയയിൽ നിന്ന് 3/4 കപ്പ് സേമിയ നമുക്ക് ആദ്യം ചേർത്ത് കൊടുത്ത് നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം. ബാക്കി 1/4 കപ്പ് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം. അപ്പോൾ ഞാനിവിടെ നല്ല ഗോൾഡൻ കളറിൽ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി സേമിയ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിൽ 2 കളറിലായിരിക്കും സേമിയ ഉണ്ടാവുക. ഒന്ന് ഗോൾഡൻ കളറും ചിലത് വൈറ്റ് കളറിലും. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് 2 തവണയായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇതൊരു 6-7 പേർക്ക് കഴിക്കാവുന്ന ഒരളവിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ സേമിയ വേവാൻ ഒത്തിരി സമയം എടുക്കും, ഒരു 10-12 മിനിറ്റ് എടുക്കും. അപ്പോഴേക്കും നമുക്ക് ഇതിനായിട്ടുള്ള ക്യാരറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വേവണം. വെന്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈ സമയത്ത് മറ്റേ അടുപ്പിൽ സേമിയ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇത് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇവിടെ ചൂടാറിയതിന് ശേഷം അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പായസത്തിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. നല്ലൊരു കളറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ക്യാരറ്റിൻ്റെ ചെറിയ കഷ്ണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം മധുരമേ കാണുള്ളൂ. പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പാകത്തിന് തിക്കായിട്ടെല്ലാം വന്നിട്ടുണ്ട് നമ്മുടെ പായസം ഇവിടെ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അധികം ഒന്നുമില്ല, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കളറാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. പാകത്തിന് ഉള്ള കട്ടിയെല്ലാം ഉണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.